celebrated. And in the generations to come till now, you have the unique opportunity to be in the pandemic Janmashtami in your lifetime. നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇങ്ങനൊരു സാമൂഹ്യ വ്യാപനമുള്ള ഒരു രോഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു ജന്മാഷ്ടമി ആഘോഷിക്കാൻ ഒരു പക്ഷെ നിങ്ങൾ മാത്രമായിരിക്കും ഭാഗ്യമുള്ളവർ. And why is it special? Because in this Janmashtami, we are forced to be alone by ourselves or with very few people physically in our temples, in our centers, and in places where we are. ഈ ഒരു ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഉള്ള ജന്മാഷ്ടമിക്ക് വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാവരും വളരെ കുറച്ചു പേർ മാത്രമായി നമ്മുടെ ഗൃഹങ്ങളിലും നമ്മുടെ ക്ഷേത്രങ്ങളിലും അതുപോലെ നമ്മൾ എവിടെയാണോ അവിടെ കുറച്ചു പേർ മാത്രമായി നമുക്ക് ആഘോഷിക്കേണ്ടി വരുന്നു. We are, however, trying to connect online here virtually and trying to have, although we call it virtually, we know association can never be virtual, whether it is through the internet or in any other ways. What we don't understand is association, irrespective of any material system that we get it through, is always divine, transcendental. എന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആഘോഷം നടത്താൻ നമ്മൾ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഈ ഓൺലൈനായിട്ടുള്ള വെർച്വൽ മാർഗം. എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഏത് മാധ്യമത്തിലൂടെ ആയാലും സത്സംഗം എന്നുള്ളതിനുള്ള പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല. So whatever is Krishna's arrangement, we are happy to go with that and do the needful. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ഒരുക്കങ്ങളാണോ നമുക്ക് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കുന്നു. So today we are going to briefly recollect what is the advent of Krishna. What does the advent of Krishna mean to us as devotees? ഇന്ന് ഭക്തന്മാർ എന്ന നിലയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവം, അതിന്റെ മാഹാത്മ്യം എന്താണെന്ന് നാം ചിന്തിക്കാം. If you look into the Bhagavatam, you will see there is one chapter called Advent of Krishna, and after that, one or two chapters later only, Birth of Krishna comes, another chapter. So I presume that I have been given the title Advent of Krishna. It is going to be different from Birth of Krishna. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം എടുത്തു നോക്കിയാൽ അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവം എന്ന് പറയപ്പെടുന്നു. മൂന്നാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം. അപ്പൊ ഈ ആവിർഭാവം, അവതാരം, ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇന്ന് തന്നിരിക്കുന്ന വിഷയം ഭഗവാന്റെ ആവിർഭാവമാണ്. അപ്പോൾ അവതാരത്തെ കുറിച്ചായിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. But of course, both are deeply entwined in our understanding. So I'll try to touch upon Advent and also the birth of Krishna. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതിനാൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും രണ്ടും കോർത്തിണക്കി സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം. You can see that in the Bhagavatam, Advent of Krishna opens up with great problems for Vasudeva and Devaki. Devaki is almost killed by Kamsa. And then after that, after marriage, so many problems start for them. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവത്തിന്റെ തുടക്കത്തിൽ തന്നെ വസുദേവർക്കും ദേവകിക്കും അവർ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ആദ്യം തന്നെ ദേവകിയുടെ ജീവൻ തന്നെ കംസന്റെ കൈകളിൽ ആപത്തിനിരയായി. As Devaki represents Bhakti is mentioned by Prabhupada in the purport, and Kamsa represents fear of Maya. So Vasudeva represents that person who has wedded Bhakti, wedded Devaki. So as soon as we
wed or become closely associated with bhakti, problems will start actually. ഇവിടെ ദേവകി മാതാവിനെ ഭക്തിയോട് ഉപമിക്കുന്നു, കംസനെ മായയോടുള്ള ഭയത്തോട് ഉപമിക്കുന്നു. അപ്പോ വസുദേവൻ ദേവകി ദേവിയെ വിവാഹം ചെയ്തു. അതുമുതൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അതേപോലെ തന്നെ നാം ഭക്തിയുത സേവനത്തിനെ ദൃഢമായി അതിനോട് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുന്നതായി നമുക്ക് കാണാം. It actually looks like problems, but they are not really problems. They are designed to increase your bhakti. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായി നമുക്ക് തോന്നുമെങ്കിലും എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഭക്തിയെ ഒന്നുകൂടി ദൃഢപ്പെടുത്താൻ വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. Sometimes in the initial stages of devotional service, some devotees unable to take these new type of challenges coming to them, they think in a very childish way that life was much more smoother, less problematic before I became a devotee. ചിലപ്പോൾ ഭക്തിയുടെ ആദ്യഘട്ടത്തിലുള്ള ഭക്തന്മാര് അവരിങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ ഭക്തിയുത സേവനത്തിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം വളരെ ശാന്തം സമാധാനപൂർണവുമായിരുന്നു, പക്ഷെ ഭക്തിയിൽ വന്ന ശേഷം ആകെ പ്രശ്നമാണ്. So this is a welcome challenge that a devotee takes. Bhaktivinoda Thakur said, these are not problems, these are challenges to my devotional service, and I should face them by dependence on Krishna. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളികളെല്ലാം പ്രശ്നങ്ങളല്ലെന്ന് നാം മനസ്സിലാക്കണം. ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ വ്യക്തമാക്കുന്നു, എൻ്റെ ഭക്തിയുത ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടി ഉള്ള തടസ്സങ്ങളാണ് ഇതെല്ലാം. ഇതിനെ വെല്ലുവിളികളായി സ്വീകരിച്ച് നാം മുന്നോട്ട് പോകേണ്ടത് തന്നെയുണ്ട്. Some great president of America has said that problems are those things that people see when they take their eyes off the real goal. ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു വാക്യമാണ്, എപ്പോഴാണോ ഒരു വ്യക്തി അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്നത് അപ്പോൾ ആ വ്യക്തി കാണുന്നതിനെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. In the same way, when we lose our focus about what is the real goal of life, which is achieving love of Krishna, when we lose that vision, then problems, challenges, all of them come in front of us. എപ്പോഴെല്ലാമാണോ നാം മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം കൃഷ്ണാവബോധമാണ്, കൃഷ്ണപ്രേമമാണ് എന്നുള്ളത് മറക്കുന്നത്, ആ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്ന ആ നിമിഷം നമുക്ക് മുന്നിൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും എല്ലാം ഉണ്ടാവും. Advent of Krishna deals with all that you do in preparation for becoming fully Krishna conscious. When you become fully Krishna conscious, then birth of Krishna happens. Till then, it is preparing for the birth of Krishna, which is called Advent of Krishna. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ അവതാരത്തിന് വഴിയൊരുക്കുന്ന അതിനു വേണ്ട മുൻ പ്രവർത്തനങ്ങൾ, തയ്യാറെടുപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. ആ തയ്യാറെടുപ്പുകൾ നാം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നു. So Vasudeva is an example of a perfect person who faced all these challenges after embracing bhakti, which means after getting wedded to Devaki. He faced all these challenges and successfully was able to bring Krishna into his life. Means Krishna took birth in Devaki's womb. ദേവകി ദേവിയെ വിവാഹം ചെയ്ത ശേഷം അതിന് അനന്തരം വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ധീരമായി
നേരിട്ടൊരു വ്യക്തിത്വമാണ് വസുദേവർ. അങ്ങനെ ചെയ്തത് കാരണം അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ലഭിച്ചു. ഇതിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാം. Right. So we should carefully understand this. I like to, in the process of understanding, focus on Krishna appearance in Vrindavan. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിച്ചത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചും നാം ചിന്തിക്കണം. So most people know about appearance of Krishna in Mathura, in the prison house, to Vasudev and Devaki, and Kamsa torturing them and giving a tough time to all the devotees. This is the picture they know. പൊതുവെ ജനങ്ങൾ അറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കഥ എന്ന് പറയുന്നത് കംസന്റെ കാരാകാരത്തിൽ മധുരയിൽ വസുദേവനും ദേവകിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു. അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇതെല്ലാം നമുക്കറിയാം. So imagine that none of these things happen and Krishna very smoothly appears. No problem appears before. As everything is wonderful and Krishna appears and everything is celebrated and smooth and happy and everything. That Janmashtami is what happened in Vrindavan. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഇത്ര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സമസ്യകളും ഒന്നുമില്ലാതെ വളരെ ശാന്തസുന്ദരമായി വളരെ ആനന്ദഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നു. അവിടെ ആഘോഷ തിമിർപ്പുകൾ നടക്കുന്നു. ഇങ്ങനൊരു ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഉണ്ട്. അതാണ് വൃന്ദാവനത്തിൽ നടന്നത്. Actually, Krishna appeared to Yashoda in Vrindavan because Krishna never leaves Vrindavan. Vrindavanam parityajya eka padam na gacchati. He will not give up Vrindavan and go out even one step. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യശോദ മാതാവിന്റെ മകനായി തന്നെയാണ് അവതരിച്ചത്. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവന ധാമത്തെ വിട്ട് ഒരടി പോലും പുറത്തു വെക്കാറില്ല. Therefore, it is mentioned that he took birth, he appeared in Vrindavan and briefly went to give his godly darshan in four-handed form to Vasudeva and Devaki, and then he came back to Vrindavan. അതുകൊണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് വൃന്ദാവനത്തിൽ തന്നെയാണ്. എന്നാൽ അവിടെ നിന്ന് വളരെ ഒരു ചെറിയ നേരത്തേക്ക് മധുരയിൽ അദ്ദേഹത്തിന്റെ ഈശ്വര ഭാവത്തിൽ വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകാൻ ചെല്ലുകയും അവിടെ നിന്ന് വീണ്ടും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. That is why Krishna appeared in the prison house in his four-handed form, very similar to the deity that they worshipped, which is supposed to be Guruvayurappan, in their 3 lifetimes. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വസുദേവർക്കും ദേവകിക്കും ചതുർബാഹുവായുള്ള രൂപത്തിൽ ദർശനം നൽകിയത്. കാരണം വസുദേവരും ദേവകിയും ഭഗവാനെ ആരാധിച്ചിരുന്ന രൂപം ആ ചതുർബാഹു രൂപമായിരുന്നു, ഗുരുവായൂരപ്പന്റെ രൂപമായിരുന്നു. 3 ജന്മങ്ങളിൽ അവർ ഈ ആരാധന നടത്തി. So according to their desire, they wanted the Supreme Personality of Godhead with all his opulence and everything to appear as their son. So in that opulent way, full of Aishwarya, he appeared in front of them in four-handed form. That's why in Kerala they will say it is Guruvayurappan only who came and gave them darshan. വസുദേവരുടെയും ദേവകിയുടെയും പ്രത്യേക ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പരമദിവ്യോത്തമ പുരുഷൻ ചതുർബാഹുവായ സർവൈശ്വര്യപൂർണനായ ഭഗവാൻ ആ രൂപത്തിൽ തന്നെ ഞങ്ങളുടെ മകനായി അവതരിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഗുരുവായൂരിൽ ചെന്നാൽ അവിടെയുള്ള ഭക്തന്മാർ പറയും ഭഗവാൻ ചതുർബാഹു രൂപത്തിലാണ് അവതരിച്ചത്. So Janmashtami is celebrated in 2 flavors. Most people celebrate Janmashtami in the flavor of Mathura, appearance in the prison house to Vasudeva and Devaki.
But in ISKCON, we add the flavor of Vrindavan also to it. Appearance of Krishna in Vrindavan and Nandotsavam celebrations, all these things are adding a very special Vrindavan flavor to Janmashtami. സാധാരണ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങളിൽ ഭഗവാന്റെ ഐശ്വര്യപൂർണമായുള്ള ആ ഒരു രസഭേദത്തിലാണ് ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ ഇസ്കോണിൽ വൃന്ദാവന ഭാവം കൂടി അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നന്ദ ഉത്സവം അതുപോലെയുള്ള ഭാഗങ്ങളും കൂടി ചേർത്ത് ആ ഒരു വൃന്ദാവന മാധുര്യം ഈ ഉത്സവത്തിന്റെ ഭാവത്തിനകത്ത് കൊണ്ടുവരുന്നു. So what happened in Vrindavan, because you all know what happened in Mathura, quite familiar with. I will talk about the philosophical understanding of that later. But first let us understand what happened in Vrindavan. മധുരയിൽ ഭഗവാന്റെ അവതാരത്തെ ചുറ്റിയുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാം. എന്നാൽ ഇപ്പോൾ വൃന്ദാവനത്തെ അവിടെ എന്ത് ലീലകൾ നടന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കാം. I am speaking a few words from Gopala Champu, that is written by Jiva Goswami, describing the appearance of Krishna. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് ഗോപാല ചമ്പു എന്ന ഗ്രന്ഥം ശ്രീല ജീവ ഗോസ്വാമി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. There it is mentioned that there was a great Yadu Vamsha king called Devamidha. He had two sons, Sura and Parjanya. ദേവമീഢ എന്ന യദുവംശ രാജാവിന്റെ മക്കളായി സുര, പർജന്യ ഇങ്ങനെ രണ്ട് വ്യക്തികൾ ജനിക്കുന്നു. Shura, or whom we know as Shurasena, his son was Vasudev. And from Vasudev, you have the whole other clan coming. Vasudev and his other wives together, you have his children and parampara coming down. ഒരു ഭാഗത്ത് സൂരൻ അല്ലെങ്കിൽ കൂടുതൽ പ്രശസ്തനായി ശൂരസേനൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് വസുദേവൻ. വസുദേവന്റെ പത്നിമാരും എല്ലാവരും ചേർന്ന് ഒരു വംശപരമ്പര ആ രീതിയിൽ വരുന്നു. On the other side, Parjanya, his side, actually Devamida had two wives. One was a Kshatriya wife and one was a Vaishya wife. From the Vaishya wife and the Vaishya clan came Parjanya. From the Kshatriya side came Shurasena. So you will see Vasudev is more like a Kshatriya. And from Parjanya's side came his 5 sons, Nanda, Sunanda, Upananda, like that. Out of them, one is Nanda Maharaj. നേരത്തെ പറഞ്ഞ ദേവമീഠ മഹാരാജാവിന് 2 പത്നിമാരുണ്ടായിരുന്നു. ഒരു ക്ഷത്രിയ പത്നിയും ഒരു വൈശ്യ പത്നിയും. ആ ക്ഷത്രിയ പത്നിയിൽ നിന്ന് ശൂരസേന മഹാരാജാവ് ജനിച്ചു. അതിനാൽ ശൂരസേന മഹാരാജാവും വസുദേവനും അവരെല്ലാവരും കൂടുതൽ ക്ഷത്രിയ സ്വഭാവം പ്രകടിപ്പിച്ചു. ദേവമീഠന്റെ മറ്റൊരു പത്നി വൈശ്യസ്ത്രീ, അവരിൽ നിന്നാണ് പർജന്യൻ ജനിച്ചത്. പർജന്യന്റെ 5 മക്കൾ ഉണ്ടായിരുന്നു. നന്ദ, സുനന്ദ, ഉപനന്ദ എങ്ങനെ. അവരെല്ലാവരും വൈശ്യന്മാരായിരുന്നു. അതിലൊന്നാണ് നന്ദ മഹാരാജ്. Because Parjanya was also very interested in cows and he was looking after cows. From there comes whole Vaishya clan. In that, 5 sons of Nanda, Parjanya came Nanda Maharaj. പർജന്യന് പശുക്കളെ പാലിക്കാൻ, ഗോ സംരക്ഷണത്തിൽ അതീവ താല്പര്യമുണ്ടായിരുന്നു. അത് ഒരു വൈശ്യ സ്വഭാവമാണ്. അദ്ദേഹത്തിന്റെ മക്കളും അതേ രീതി പിന്തുടർന്നു. So it also mentioned that Upananda was the eldest of all the 5 sons. 5 പേരിൽ ഏറ്റവും മുതിർന്നത് ഉപനന്ദനാണെന്ന് പറയുന്നു. So
Father Parjanya, as he was getting a little older, retired, and he said that I want to appoint Upananda as the next successor, the king of our whole community. ഈ 5 പേരിൽ മുതിർന്നത് ഉപനന്ദനായതുകൊണ്ട് പർജന്യൻ പറഞ്ഞു, അദ്ദേഹത്തെയാണ് ഇനി അടുത്ത അനന്തരാവകാശിയായി നമ്മുടെ കുലത്തിന്റെ നേതാവായി നിയമിക്കേണ്ടത്. But Upananda, he did a very surprising thing. He got up and he called for Nanda, his younger brother, who was known to be very sweet, very well behaved. Everybody in the whole community loved Nanda very much. He called upon Nanda, and in front of everybody he said that, I don't want to be king. I want Nanda to be king. And my name is Upananda. So I should be under Nanda. I like to only serve Nanda. Let him be the king. ആ കുലത്തിന്റെ നേതാവായി ഉപനന്ദനെ നിയമിക്കാൻ പോകുന്ന ആ ചടങ്ങിൽ അദ്ദേഹം ഒരു അത്ഭുതമായ കാര്യം ചെയ്തു. തൻ്റെ അനുജനായ നന്ദനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അദ്ദേഹമാണ് നമ്മുടെ കുലത്തിന്റെ നേതാവായി നിയമിക്കപ്പെടേണ്ടത്. അദ്ദേഹം വളരെ മധുര സ്വഭാവമുള്ളതും തികച്ചും യോഗ്യനായ വ്യക്തിയുമാണ്. എൻ്റെ പേര് ഉപനന്ദൻ എന്നാണ്, അതായത് നന്ദന്റെ സേവകനായിരിക്കേണ്ടവൻ. അതുകൊണ്ട് അദ്ദേഹമാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. In this way, he requested his younger brother Nanda to become the king. That is how he got the name Nanda Maharaja. Right? And Nanda Maharaja, he was not interested in the title also. He was a very, very humble person. So also the entire community, everybody, none of the sons were interested in taking any title. But it had to be done. Had to do the leadership. Somebody has to do it. And so they all agreed that yes, let Nanda be the king. Because everybody liked Nanda Maharaj very much. It will be easier to rule. And Nanda, Upananda, anybody there also did not want to take up any title. The relationships were so sweet and so nice. Everybody was in service mode. So there was, Nanda Maharaj just accepted it as a service because everybody is saying, I should do. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ 5 സഹോദരന്മാർക്കും അതിൽ ആർക്കും തന്നെ അധികാരമോഹം എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പരസ്പരം അത്രയും സ്നേഹവും സഹകരണ മനോഭാവവും ഉണ്ടായിരുന്നു. അതിൽ ഉപനന്ദൻ നന്ദൻ രാജാവായിരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ആരെങ്കിലും ഉത്തരവാദിത്വം എടുക്കണമല്ലോ, അതിന് നന്ദൻ തീർച്ചയായിട്ടും യോഗ്യനാണ് എന്ന് ബാക്കി 4 സഹോദരങ്ങളും സ്വീകരിച്ചുകൊണ്ട് നന്ദനെ മഹാരാജാവാക്കി. അങ്ങനെ അദ്ദേഹം നന്ദ മഹാരാജാവായി. So important lesson we can learn from here is, in Vrindavana, the mood is only absorption in service to Krishna. There is no other mood. I want to be the Maharaja, I want to be the king, I want you to serve me, I want to control people, everybody should be under me, my opinion. None of these things that we see in the material world, they're right opposite. Everybody is in service mode. വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ വിശേഷത തന്നെ ഇതാണ്. അവിടെ എല്ലാവർക്കും സേവന മനോഭാവമാണ്. എൻ്റെ അധികാരം നടക്കണം, ഞാൻ പറയുന്നത് നടക്കണം, എന്നെപ്പോലെ ഞാൻ പറയുന്നത് മറ്റുള്ളവരെല്ലാവരും കേൾക്കണം, ഇങ്ങനെയുള്ള സ്വാർത്ഥഭാവങ്ങൾ തികച്ചും ഇല്ലാത്തൊരു സ്ഥലമാണ് വൃന്ദാവനധാമം. So in this way, in that place, Nanda became king, and he got married to another senior cowherd man's daughter, Yashoda, who also had wonderful qualities, and she was very well known, very capable, very devoted, and a very wonderful girl.
So they found that he is the best match, she is the best match for Nanda, and Nanda got married to Yashoda. അങ്ങനെ നന്ദൻ മഹാരാജാവായി ആ കുലത്തിന്റെ ഭരണകാര്യങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. അതേപോലെ തന്നെ ആ കുലത്തിലുള്ള മറ്റൊരു മുതിർന്ന വ്യക്തിയുടെ മകളായ യശോദ എല്ലാം കൊണ്ടും, സൗന്ദര്യം കൊണ്ടും കഴിവ് കൊണ്ടും യോഗ്യത കൊണ്ടും എല്ലാം വളരെ യോഗ്യയായിരുന്ന ആ യശോദയെ തന്നെ നന്ദൻ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. അതുപോലെ നടക്കുകയും ചെയ്തു. Nanda and Yashoda were such a wonderful couple. They were both so Krishna conscious. They got married, they were very happy, but they had one great difficulty. They did not have any children for a long time. നന്ദ മഹാരാജാവും യശോദയും വളരെ നല്ല ദമ്പതികളായിരുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ആനന്ദവും എല്ലാം നിറഞ്ഞിരുന്നു. എന്നാലും അവർക്കൊരു ദുഃഖമുണ്ടായിരുന്നു, അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. So they went to many different types of persons and asked reasons from many famous people in Vraja and around, and they tried out many things that they mentioned, but nothing happened. They never got a child for a very long time, until one day there was an idea given that there is one thing you have not done. You have not done the Dwadasha Vrata. So you must do the Dwadasha Vrata. And therefore they said, let us try this also. After all, we have done everything. So they went through the Dwadasha Vrata Tapasya. തങ്ങൾക്കൊരു സന്തതി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ വൃന്ദാവനത്തിന് ചുറ്റുമുള്ള പല മഹാന്മാരുടെയും പല നിർദ്ദേശങ്ങളും അവർ അനുഷ്ഠിച്ച് അത് പാലിക്കാൻ ശ്രമിച്ചു. എന്നാലും വളരെ നാളുകൾക്ക് ശേഷവും ഫലമുണ്ടായില്ല. അപ്പോഴാണ് മറ്റൊരു വ്യക്തിയിൽ നിന്നൊരു നിർദ്ദേശം വന്നത്, താങ്കൾ ചെയ്യാത്ത ഒരു വ്രതം ബാക്കിയുണ്ട്, ദ്വാദശ വ്രതം. ആ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ കാര്യത്തിൽ വിജയം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു, ശരി, അതും ചെയ്യാം. Right, so they did that beautiful vrata very nicely with great devotion, because in their hearts they were always thinking Krishna, about Krishna all along. And there is a history to them also, which Sukadeva Goswami speaks about in the Bhagavatam. In their previous lives, they were Drona and Dhara. കഴിഞ്ഞ ജന്മത്തിൽ അവരുടെ പൂർവജന്മ കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ദ്രോണനും ധരയുമായിരുന്നു. Shukadeva Goswami has mentioned that. ശുകദേവ് ഗോസ്വാമി ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. So, as Drona and Dhara, they wanted the Lord as a child, and they performed tremendous amount of penances. That's why they have appeared as Yashoda and Nanda. കഴിഞ്ഞ ജന്മത്തിൽ ദ്രോണനായും ധരയായും അവർ ഭഗവാനെ സ്വയം തന്റെ മകനാകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അവർ പലതരത്തിലുള്ള തപശ്ചര്യകളും അനുഷ്ഠിച്ചു. അത് കാരണം അടുത്ത ജന്മത്തിൽ അവർ യശോദയും നന്ദമഹാരാജവുമായി അവതരിച്ചു. Hearing this, Parikshit Maharaj is having a doubt in his head. How is it possible by simply doing tapasya, the Supreme Personality of Godhead will become your child? It is not possible, because his idea was very deep about who Krishna is, because he is one of the Pandavas, and he is hearing from Shukadeva Goswami. Already 9 cantos of hearing is over, and his understanding of who Krishna is so exalted. So he had this doubt, how is it possible that just by doing some tapasya, a couple can get the Supreme Personality of Godhead, the absolute truth,
as their child. ഒരൽപ്പം തപസ്യ ചെയ്യുന്നത് വഴി എങ്ങനെയാണ് ഈ ദ്രോണനും ധരയ്ക്കും പരമദിവ്യോത്തമ പുരുഷനെ തൻ്റെ മകനായി ലഭിക്കുന്നത് എന്നുള്ള സംശയം പരീക്ഷിത് മഹാരാജാവിന് മനസ്സിൽ ജനിച്ചു. കാരണം അദ്ദേഹം അതിനു മുൻപ് ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് 9 സ്കന്ധം ശ്രീമദ് ഭാഗവതം, ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പാണ്ഡവന്മാരുടെ വംശപരമ്പരയിലാണ്. അദ്ദേഹത്തിന് ഈ സംശയമായി, എങ്ങനെയാണ് തപസ്യ കൊണ്ട് മാത്രം ഭഗവാനെ മകനായി നേടാൻ സാധിക്കുന്നത്? So that is why Shukadeva Goswami is explaining who this Yashoda and Nanda are. They are eternally the parents of Krishna, eternally in Vatsalya Rasa, very, 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 very exalted devotees. Not just because they are Drona and Dara, they became Yashoda and Nanda. They have eternally been like that. അത് വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായി ശുകദേവ് ഗോസ്വാമി പറയുന്നു, നന്ദ യശോദ ഇവർ ഭഗവാന്റെ നിത്യ മാതാപിതാക്കളാണ്. അല്ലാതെ കഴിഞ്ഞ ജന്മത്തിൽ ദ്രോണനും ധരയുമായി വന്ന് ഒരു ജന്മം കൊണ്ട് ഭഗവാനെ നേടിയവരല്ല. ഭഗവാൻ എപ്പോഴെല്ലാം അവതരിക്കുന്നുവോ അവർ ഭഗവാന്റെ മാതാപിതാക്കളായിരിക്കുന്നു. Same way, when Nanda Maharaj and Yashoda started doing their tapasya, that is only part of the Leela, they are already absorbed in Krishna because eternally they are Krishna's parents. So they are already absorbed in Krishna, and Krishna in this particular just performs the Leela and they are taking part in Krishna's Leela. അതേപോലെ തന്നെ ഈ ജന്മത്തിൽ നന്ദനും യശോദമായും അവർ അനുഷ്ഠിക്കുന്ന പലതരത്തിലുള്ള തപശ്ചര്യകൾ ഇതെല്ലാം ലീലയുടെ ഭാഗം മാത്രമാണ്. പക്ഷെ അവർ പൂർണ്ണമായും കൃഷ്ണനെ വാത്സല്യഭാവത്തിൽ മാതാപിതാക്കളായി കരുതുന്ന വിശിഷ്ട ഭക്തന്മാരാണ്. അതുകൊണ്ട് ഒരു പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല ഇത്. So it so happens that after they have done this great tapasya, one fine day, in a trance, Nanda Maharaj sees a beautiful Balakrishna with his blue complexion like a cloud and with his beautiful hair, his wonderful lips and his nice form. He sees him like a dream and he becomes very, very happy. And he comes to tell Yashoda, I had a dream like this. പലതരത്തിലുള്ള തപശ്ചര്യകൾ അനുഷ്ഠിച്ച ശേഷം ഒരു രാത്രി നന്ദ മഹാരാജാവിന് ഭഗവാന്റെ സ്വപ്നാനുഭവം ഉണ്ടാകുന്നു. ആ സ്വപ്നത്തിൽ ഭഗവാന്റെ അതിസുന്ദരമായ രൂപം, ഭഗവാന്റെ നീല നിറമുള്ള ശരീരം, ഭഗവാന്റെ കാർകൂന്തൽ ഇതെല്ലാം കണ്ടിട്ട് വളരെ ആനന്ദപരവശനായ നന്ദ മഹാരാജാവ് യശോദ മാതാവിനോട് വന്ന് പറയുന്നു, എനിക്ക് ഇങ്ങനെയൊരു ദർശനമുണ്ടായി. Immediately Yashoda also is in great bliss. She also narrates that same thing she also saw. And she narrates and they both compare and say it's the same person who has come into both our dreams. ഇത് കേട്ട് അതീവ ആനന്ദഭരിതയായ യശോദ മാതാവ് പറഞ്ഞു, ഇതേപോലൊരു സ്വപ്നം ഞാനും കണ്ടിരുന്നു എന്ന് പറഞ്ഞ ശേഷം രണ്ടുപേരും തങ്ങൾ കണ്ടത് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ബോധ്യമായി ഒരേ വ്യക്തി തന്നെയാണ് രണ്ടുപേരുടെയും സ്വപ്നത്തിൽ വന്നിരിക്കുന്നത്. They became very happy. They knew something wonderful is going to happen. They both were a very, very Krishna conscious persons. So they knew their desire is going to be fulfilled. ഈ ലക്ഷണം കണ്ടപ്പോൾ അവർക്ക് വളരെയധികം ആനന്ദമുണ്ടായി. കാരണം അവർ ചിരകാലമായി അഭിലഷിച്ചിരുന്ന ആ ഒരു സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. Seeing their very bright faces, seeing their very nice, happy countenance, all the other Vrindavan Vasis could see
something wonderful is going to happen. Yashoda Mai is going to become pregnant. In this way, everybody in their minds started thinking, and everybody became happy. That happiness of Yashoda and Nanda Maharaj spread contagiously inside everywhere in Vrindavan. നന്ദ മഹാരാജാവിൻ്റെയും യശോദ മാതാവിൻ്റെയും മുഖത്തുള്ള ആ ഒരു വിശിഷ്ടമായ ഒരു സന്തോഷം, ഒരു ആനന്ദം, ഒരു പ്രസാദം, അത് കണ്ടപ്പോൾ തന്നെ വാക്കുകളൊന്നും പറയാതെ വൃന്ദാവനവാസികൾക്കെല്ലാം മനസ്സിലായി എന്തോ വലിയൊരു മംഗളകാര്യം നടക്കാൻ പോകുന്നു, യശോദമായി ഉടനെ തന്നെ ഗർഭവതിയാകാൻ പോകുന്നു. ഇങ്ങനെ വിചാരിച്ച് നന്ദന്റെയും യശോദ മാതാവിന്റെയും ഉള്ളിലുള്ള ആ ഒരു ആനന്ദം വൃന്ദാവനത്തിലുള്ള ഓരോ വ്യക്തിയിലേക്കും ഓരോ കോണിലേക്കും പ്രസരിച്ചു. And at that time, something amazing happened in that beautiful village of Vrindavan, filled with all these simple people. A lady in saffron, looking like a sannyasini, which normally is not available anywhere in the custom of Vedic culture. She happened to come there, middle-aged lady, looking very nice and bright, along with a young brahmachari. ഇങ്ങനെ വളരെ സരളമായ വ്യക്തികൾ ജീവിക്കുന്ന ഈ സുന്ദരമായ വൃന്ദാവന ഗ്രാമത്തിൽ അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു കാവി വസ്ത്രം ഉടുത്തിരുന്ന ഒരു സന്യാസിനി, വൈദിക സംസ്കാരം അനുസരിച്ച് സന്യാസിനി എന്നൊരു തത്വം തന്നെ ഇല്ല, എന്നാൽ ഇവർ ഒരു സന്യാസിനി ആയിരുന്നു. ഇവരുടെ കൂടെ ഒരു ബ്രഹ്മചാരിയും ഉണ്ടായിരുന്നു. So people were very happy to see this lady because she had an aura, and she was very, very, very nice in her behavior and in her countenance and radiating something very wonderful. So she was smiling. She came and they asked, "Who are you?" She introduced herself. "My name is Paurnamasi." And they said, "You look like Yogamaya personified yourself. And who is this boy?" "This boy's name is Madhu Mangala. We are not related, but we have been together. He is serving and I am also helping him. He's a Brahmana boy." ഈ സ്ത്രീയെ കണ്ടപ്പോൾ വൃന്ദാവനത്തിലുള്ള എല്ലാവർക്കും അത്രയധികം ആനന്ദം തോന്നി. കാരണം അവരുടെ മുഖത്ത് നിന്ന് പ്രജ്വലിക്കുന്ന ഒരു തേജസ്സും അവരുടെ സ്വഭാവവും അവരുടെ സംസാര രീതിയും എല്ലാം അത്രയധികം വൃന്ദാവനവാസികളുടെ ഹൃദയത്തെ ആകർഷിച്ചു. അവരെല്ലാവരും പറഞ്ഞു, "നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വന്നു?" അപ്പോൾ അവർ പറഞ്ഞു, "എൻ്റെ പേര് പൗർണമാസി എന്നാണ്." വൃന്ദാവനവാസികൾ പറഞ്ഞു, "നിങ്ങളെ കാണുമ്പോൾ സാക്ഷാൽ യോഗമായാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്." പൗർണമാസി തുടർന്നു പറഞ്ഞു, "എൻ്റെ കൂടെയുള്ള ഈ ബ്രഹ്മചാരി, അദ്ദേഹത്തിന്റെ പേര് മധുമംഗള എന്നാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല, എന്നാലും വളരെ കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ഈ ഗ്രാമത്തിലേക്ക് വരികയും ചെയ്തു." And they all asked, "So why you are here?" So Purnamasi said, "I have come to bring some good news. I can see that these two people, these two couples, this couple, Nanda and Yashoda, she is going to have a wonderful, beautiful child who will spread some wonderful information all over the world and make everybody happy with devotion and love. I came to give you this message." വൃന്ദാവനവാസികൾ ചോദിച്ചു, "താങ്കളുടെ ആഗമന ഉദ്ദേശം എന്താണ്?" അപ്പോൾ പൗർണമാസി മാതാവ് പറഞ്ഞു, "വളരെ വിശിഷ്ടമായ ഒരു സന്ദേശം, ഒരു ആനന്ദ സന്ദേശം താങ്കൾക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ദമ്പതികൾ നന്ദനും യശോദയും, അവർക്ക് വളരെ സുന്ദരനായ അതീവ തേജസ്വിയായ ഒരു മകൻ ജനിക്കാൻ പോകുന്നു. ആ വ്യക്തിത്വം, അദ്ദേഹം ലോകം മുഴുവനും ആനന്ദവും ജ്ഞാനവും അദ്ദേഹം പ്രചരിപ്പിക്കും. ലോകം മുഴുവൻ അദ്ദേഹത്താൽ ആനന്ദഭരിതമാകും." So when they heard this,
they all took it, simple people, they took it to be correct. They took it to be like a prediction coming from a very, very powerful sage. And they all became very, very happy. And Nanda and Yashoda became super happy hearing this. വളരെ സരള ഹൃദയമുള്ള വൃന്ദാവനവാസികൾ ഇത്രയും വലിയൊരു സാധ്വിയിൽ നിന്ന് വരുന്ന ഈ ഒരു ഉപദേശം, ഈ ഒരു സന്ദേശം കേട്ടപ്പോൾ അവരുടെ ഹൃദയമെല്ലാം ആനന്ദം കൊണ്ട് നിറഞ്ഞു. യശോദയ്ക്കും നന്ദമഹാരാജാവിനും ആനന്ദം അളക്കാൻ പറ്റാത്തത്ര ആനന്ദം അവർ ഹൃദയത്തിൽ അനുഭവിച്ചു. In this way, they all were so happy. You brought this very good news for us. We all want to help you to get a staying place in Vrindavan. We want to build a cottage for you. And they all sponsored and built a cottage for Purnamasi to stay there. വൃന്ദാവനവാസികൾ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് പൗർണമാസിയോട് പറഞ്ഞു, ഇത്രയും നല്ലൊരു സന്ദേശം, ഇത്രയും ആനന്ദം നിറഞ്ഞൊഴുകുന്നൊരു സന്ദേശം താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ ആവാസം, താങ്കൾക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഞങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒന്നുകൂടി ഇവർക്കുള്ള താമസ സ്ഥലം അവിടെ ഒരുക്കി. In this way, you will see that gradually Yashoda Mai became pregnant. Krishna appeared from the heart of Nanda into the heart of Yashoda Mai, and everybody could see that Yashoda Mai's face and body was glowing like nothing. And they all became very happy and celebrated the pregnancy of Yashoda. അങ്ങനെ പൗർണമാസിയുടെ ഭവിഷ്യമാണ് യാഥാർത്ഥ്യമാവുകയും വളരെ പെട്ടെന്ന് തന്നെ യശോദ മാതാവ് ഗർഭവതിയാവുകയും നന്ദമഹാരാജാവിന്റെ ഹൃദയത്തിൽ ആദ്യം ഭഗവാൻ അവതരിച്ച് അവിടെ നിന്ന് യശോദയുടെ ഹൃദയത്തിലേക്കും അവിടെ നിന്ന് യശോദയുടെ ഗർഭത്തിലേക്കും ഭഗവാൻ മാറി. യശോദയുടെ തേജസ് കാണുമ്പോൾ എല്ലാ വൃന്ദാവനവാസികൾക്കും അത്രയധികം ആനന്ദം, അത്ഭുതമുണ്ടായി. In this way, Yashoda actually one day could understand in a dream that a beautiful looking girl along with this beautiful looking boy had entered her heart. The boy remained in the heart and the girl went into her womb. അപ്പോ യശോദ മാതാവിന് ഒരു സ്വപ്ന ദർശനം വീണ്ടും ഉണ്ടായി. ആ സുന്ദരനായ ബാലകന്റെ കൂടെ തന്നെ അതിസുന്ദരിയായ ഒരു ബാലികയും കൂടി ആ ദർശനത്തിൽ അവർക്ക് കാണാൻ സാധിച്ചു. ആ സുന്ദരനായ ബാലകൻ യശോദയുടെ ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്നപ്പോൾ ആ ബാലിക യശോദയുടെ ഗർഭത്തിലേക്ക് മാറി. So now is the real mysterious happening. Then Yashoda gives birth. She doesn't even know that she gave birth. Krishna appears and actually she gives birth to the female child as per the story that we hear. And she does not know she has given birth to a female child. She is in a total trance and she's lying down. That is the time when Vasudev brings Krishna from Mathura across the Yamuna and has reached here. When he reaches there, he sees only the girl child. So he places Krishna there, takes the girl child in his arms, and he leaves. But that Krishna whom he places there merges with the other Krishna whom Vasudev never saw. Aprakat he was. Merges with them. And then when Yashoda got up, she saw only this Krishna. She doesn't know about the female child. ഇനിയാണ് വളരെ അത്ഭുതാവഹങ്ങളായിട്ടുള്ള സംഭവ വികാസങ്ങൾ സംഭവിക്കുന്നത്. നാം കേട്ടിട്ടുള്ളതനുസരിച്ച് യശോദ ഒരു പെൺകുഞ്ഞിന് മാത്രമാണ് ജന്മം നൽകുന്നത്.
യശോദയ്ക്ക് അറിയില്ല എന്താണ് സംഭവിച്ചത്, ആരാണ് ജനിച്ചത് എന്ന്. അതേ സമയത്ത് മധുരയിൽ നിന്ന് വസുദേവർ ശ്രീകൃഷ്ണ ഭഗവാനെയും കൊണ്ടുവന്ന് ഈ ഗോകുലത്തിൽ വന്ന് ആ ആൺകുഞ്ഞിനെ അവിടെ വെച്ച് ആ പെൺകുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നാം എല്ലാവരും കേട്ടിട്ടുള്ള കഥ. എന്നാൽ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യശോദയിൽ നിന്ന് ഒരു ആൺകുഞ്ഞും ജനിച്ചിട്ടുണ്ടായിരുന്നു. വസുദേവർ മഥുരയിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോകുലത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വസുദേവർക്ക് ആ പെൺകുഞ്ഞിനെ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ തൻ്റെ ആൺകുഞ്ഞിനെ അവിടെ വെക്കുമ്പോൾ യശോദയുടെ മകനായ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് വസുദേവർ കൊണ്ടുവന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഒത്തുചേരുന്നു. അതിനുശേഷം വസുദേവർ കാണുന്ന ആ പെൺകുഞ്ഞിനെ മാത്രം അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകുന്നു. യശോദ ആ ഒരു പ്രസവ വേദനയിലായിരുന്നത് കൊണ്ട് യശോദയ്ക്ക് അറിയില്ലായിരുന്നു ഒരു പെൺകുഞ്ഞിന് ജന്മം താൻ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന്. In this way, when Yashoda got up, she saw the beautiful face of Krishna, the same person whom she had seen in her dreams. And then she was so happy looking at Krishna's face. And there was a big celebration all over Vrindavan. Yashoda has given birth to a beautiful boy. And there was people dancing, and there were people throwing butter and curd and ghee on everybody else. And there was a big dance going on because people were so happy in Vrindavan at the appearance of Krishna. ഇത്രയും പറഞ്ഞതൊന്നും സംഭവിച്ചതായിട്ട് പോലും അറിയാതെ പ്രസവത്തിന് ശേഷം ഉണർന്നു നോക്കി യശോദ കാണുന്നത് അതീവ സുന്ദരനായ ബാലകനെയാണ്. അത് കണ്ടപ്പോൾ യശോദയുടെ ഹൃദയത്തിൽ ആനന്ദം അലതല്ലി. ആ അല ഉടനെ തന്നെ വൃന്ദാവനവാസികളിലേക്കെല്ലാം പ്രസരിച്ച് അവരെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തെ ആനന്ദം കൊണ്ട് ആഘോഷിച്ചു. ആ ആഘോഷത്തിൽ വെണ്ണയും തൈരും നെയ്യും അങ്ങനെ എല്ലാ തരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് അവർ ആ ആനന്ദം പ്രകടിപ്പിച്ചു. Simultaneously, therefore, in Mathura also, Krishna has appeared already to Devaki, and Vasudeva has brought the other manifestation of Krishna here. And the original Krishna, who never leaves Vrindavana, just absorbs this Krishna inside him and manifests himself to Yashoda. He is the original Supreme Personality of Godhead, Shamasundara Krishna. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ മധുരയിൽ ദേവകി മാതാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിസ്തരണത്തിന് ജന്മം നൽകി. ആ രൂപത്തെ വസുദേവർ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഗോകുലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വൃന്ദാവനം ഒരിക്കലും വിട്ടുപോകാത്ത യശോദയുടെ മകനായ ശ്യാമസുന്ദര കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ആ ശ്യാമസുന്ദര കൃഷ്ണനിലേക്ക് വസുദേവർ കൊണ്ടുവന്ന ഈ കൃഷ്ണന്റെ വിസ്തരണം അലിഞ്ഞു ചേർന്നു. So now you understand. In Kerala, they will celebrate Janmashtami. I think after another month, you have Janmashtami, Ashtami and Rohini coming together. That's what happened in Mathura. Ashtami Rohini only you will tell. You will not tell Janmashtami in Kerala. That is Ashtami Rohini, and this is actually Janmashtami in Vrindavan. Oh. So, കേരളത്തിൽ നാം പൊതുവെ ആഘോഷിക്കുന്നത് അഷ്ടമി രോഹിണി എന്ന് പറയും. ഈ വർഷം നമുക്ക് ഒരു മാസം കഴിഞ്ഞാണ് അഷ്ടമി രോഹിണി വരുന്നത്. കേരളത്തിൽ നാം ജന്മാഷ്ടമി എന്ന് നാം പറയാറില്ല. പക്ഷെ വൃന്ദാവനത്തിൽ നടന്നതിനെയാണ് ജന്മാഷ്ടമി എന്ന് പറയുന്നത്. So that doesn't matter. It's a matter of detail. But this is the mystery about Krishna's appearance. That's why Krishna is saying, Janma karma chame divyam evam yo veti tatvatah tyaktva deham punarjanma naiti mameti so Arjuna.
Krishna's appearance is not simply some ordinary appearance that we all do, birthday. It is not even like any of the other demigods. It is not even like taking penances, doing penances, and then getting a child. Those are all external reasons. But really what is happening is the Supreme Personality of Godhead is performing his Leela of Janma Leela in Vrindavan, appearing to Nanda Maharaj and Yashoda. നേരത്തെ പറഞ്ഞതുപോലെ ജന്മാഷ്ടമിയും അഷ്ടമി രോഹിണിയും തമ്മിലുള്ള താത്വികമായ വ്യത്യാസങ്ങൾ അതിന് നമ്മൾ അത്ര പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. അതിനൊരു വിശദാംശമായി നമ്മൾ കരുതിയാൽ മതി. യഥാർത്ഥത്തിൽ നാം ഈ ഉത്സവത്തിൽ മനസ്സിലാക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവ തത്വം, അവതാര തത്വമാണ്. ഏതെങ്കിലും ദേവതമാര് ജനിക്കുന്നതുമായിട്ട് നമുക്കിത് ഒരിക്കലും ഉപമിക്കാൻ സാധിക്കില്ല. നന്ദ മഹാരാജ് യശോദ ചെയ്ത തപസ്യകൾ അതെല്ലാം ആ ലീലയുടെ ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ചെയ്യുന്ന ജന്മലീല എന്നുള്ള തത്വത്തെ നാം ഇവിടെ മനസ്സിലാക്കണം. So, this is what is happening in Vrindavan. It is very simple, it is very sweet, and a whole village atmosphere, and the absorption, all of them are absorbed in Krishna already. They're all exalted devotees of Krishna. Shifting to this side, what is happening in Mathura is other things happening. There are people involved who are asuras, Kamsa. There are demigods involved who are invisible and doing things. There is Narada Muni involved. Then there is Kamsa and his asuric followers involved. There are a lot of other things involved there. And in that also Krishna is appearing in the prison house. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം രണ്ട് സ്ഥലത്ത് ഒരേ സമയം നടക്കുകയാണ്. വൃന്ദാവനത്തിൽ നടക്കുന്ന ജന്മാഷ്ടമി വളരെ വളരെ സരളമാണ്, വളരെ വളരെ മാധുര്യം നിറഞ്ഞതാണ്. അവിടെ ഒരു ഗ്രാമീണ രീതിയിൽ വളരെ ആനന്ദത്തോടെയാണ് ഈ ആഘോഷം നടക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് മധുരയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെ കംസന്റെ അസുര സഖാക്കളുടെയും പ്രഭാവം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ദേവതമാർ ചെയ്യുന്ന ചില തയ്യാറെടുപ്പുകൾ, നാരദമുനി പോലുള്ള വിശിഷ്ട വ്യക്തികളുടെ ഭാഗം, ഇങ്ങനെ അതെല്ലാം ചേർന്നിട്ട് ഒരു വലിയ സംഭവമായാണ് അവിടെ മധുരയിൽ ഭഗവാന്റെ അവതാരം നടക്കുന്നത്. But what is very applicable for us to learn about Advent of Krishna is what is happening in Mathura. ഭഗവാന്റെ ആവിർഭാവത്തെ കുറിച്ച് നാം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പ്രസക്തമായ വിഷയം യഥാർത്ഥത്തിൽ മധുരയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. Why? Because we are in that stage of developing our bhakti for Krishna, growing our bhakti for Krishna, and when we are embracing Krishna consciousness, then, like I mentioned to you, we will face a lot of challenges. So this is very relevant to us. All the things that are happening, Vasudeva's marriage to Devaki, Kamsa's attack of Vasudeva and Devaki, Narada Muni's coming inside and giving advice to Kamsa, demigods prompting and looking after their requirements within these whole things that are happening. Now, each of these things has got significance. അപ്പോൾ നമുക്കൊരു പക്ഷെ തോന്നാം, എന്തുകൊണ്ടാണ് വൃന്ദാവന ലീലയെക്കാളും ഒരു പക്ഷേ മധുരയിൽ നടന്ന അവതാര ലീല നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമായിരിക്കുന്നതെന്ന്. അതിനുള്ള ഉത്തരം ഇതാണ്: നമ്മൾ ഭക്തിയുടെ ആദ്യ പടിയിൽ ഭക്തിയിൽ മുന്നേറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ സംഭവിക്കാറുണ്ട്. അതെല്ലാം വസുദേവർ എങ്ങനെ സഹിച്ചു, എങ്ങനെ അത് തരണം ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും
വസുദേവന്റെയും ദേവകിയുടെയും വിവാഹം, അതിനുശേഷം കംസൻ വസുദേവരെയും ദേവകിയെയും ആക്രമിക്കാനും കൊല്ലാനും ശ്രമിക്കുന്നതും, പിന്നെ നാരദമുനി വന്ന് കംസൻ ഒരു തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതും, പിന്നെ ദേവതമാർ പിന്നാമ്പുറത്ത് നിന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളും, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്തിയുത ജീവിതത്തിൽ പാഠങ്ങളാണ്. Prabhupada has mentioned in the purport that Devaki is Bhakti. Kamsa, Bhaktisiddhanta Sri Thakur also mentioned Kamsa is the thorough materialist representation, the materialistic attitude representation also. And Devaki, Bhakti, will be able to manifest fully only when Kama, Krodha, Lobha, Moha, Mada, Matsarya, and all of them are destroyed. So these Shadgarbhas, as they are called, 6 sons of Devaki destroyed by Kamsa, are actually destroying these Kama, Krodha, Lobha, Moha, Mada, Matsarya. And then when your heart becomes clean, you are able to receive Krishna in your heart. That is when Krishna is appearing in Devaki's womb, after the preliminary prascharya cleaning process is over. ദേവകി ദേവി ഭക്തിയുടെ മൂർത്തിമത് ഭാവമാണെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. അതേപോലെ തന്നെ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു തരുന്നു, കംസൻ എന്ന് പറയുന്ന വ്യക്തി തലതിരിഞ്ഞ ഭൗതികവാദിയുടെ ഒരു മൂർത്തിമത് ഭാവമാണ്. ദേവകിയുടെ ആദ്യ 6 മക്കൾ കംസൻ ആ 6 പേരെയും വധിച്ചു. ഇതിനെല്ലാറ്റിനും പുറകിൽ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിലും കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം ഇങ്ങനെയുള്ള 6 അഴുക്കുകൾ നീങ്ങിയാൽ അതിനുശേഷം മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യുന്ന പുരശ്ചര്യ, വൃത്തിയാക്കൽ, അത് കഴിഞ്ഞാൽ മാത്രമേ ഭഗവാന്റെ അവതാരം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. So, if you analyze this, you will see that bhakti is attacked. When you try to become a devotee, then Maya will pose challenges. As soon as Devaki got married to Vasudeva, Kamsa attacked Devaki. Your bhakti is always under attack from Maya. And Vasudeva played the role of being that person who was a counselor, who was a mediator, and who saved Bhakti from the attack of Kamsa, saved Devaki from the attack of Kamsa. So he pacified Kamsa. He made agreement with Kamsa. He made sacrifice. He sacrificed saying that all the children that are gone to me, I will surrender them to you. Because the children, the 8th child is the one you have to worry about. Why kill Devaki for that and become infamous and carry this whole thing in your head throughout your life? This great sin that you would have committed, killing your sister. So, I will help you. I will bring all my children to you. I'll make the sacrifice. You may do as you want with them. In this way, he negotiated to keep Bhakti as to keep Devaki continuing as his wife, which means, from the devotee's viewpoint, to continue to pursue Bhakti, we need negotiations with the material situation. ദേവകി ദേവി എപ്പോഴാണോ വസുദേവരുമായി വിവാഹം ചെയ്തത്, അതുമുതൽ കംസൻ ദേവകിയെ ആക്രമിക്കാനും കൊല്ലാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതേപോലെ തന്നെ നാം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ, കൃഷ്ണാവബോധം സ്വീകരിക്കുന്ന സമയത്ത് മായയിൽ നിന്ന് തീർച്ചയായും ആക്രമണങ്ങൾ ഉണ്ടാകും. അത് നാം പ്രതീക്ഷിക്കുക തന്നെ വേണം. എന്നാൽ വസുദേവർ എന്നുള്ള വ്യക്തിത്വം, അദ്ദേഹം ചെയ്ത കാര്യം നമുക്കെല്ലാം ഉദാഹരണമാണ്. അദ്ദേഹം ദേവകിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കംസനുമായി സന്ധി സംഭാഷണം ചെയ്യുന്നു, അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നു.
അവസാനം തൻ്റെ 8 മക്കളിലെ 8ാമത്തെ മകനാണല്ലോ താങ്കളെ വധിക്കാൻ പോകുന്നത്, ദേവകിയിൽ നിന്ന് താങ്കൾക്ക് ഒരു തരത്തിലുമുള്ള ആപത്തും ഇല്ലല്ലോ എന്നെല്ലാം യുക്തിപൂർവം പറഞ്ഞു മനസ്സിലാക്കി വസുദേവർ കംസനെ ദേവകിയെ കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിനാണ് താങ്കൾ ഈ ഒരു ഹീനകൃത്യം ഇപ്പോഴേ ചെയ്ത് അതിൻ്റെ പശ്ചാത്താപവും അതിൻ്റെ ദുഃഖഭാരവും ആ വേദനയും എന്തിന് താങ്കളുടെ ഹൃദയത്തിൽ ചുമക്കണം എന്നുള്ള രീതിയിൽ നല്ല ഉപദേശങ്ങൾ നൽകി അദ്ദേഹം കംസനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ നാം ഭക്തിയുത സേവനത്തിൽ മുന്നേറുമ്പോൾ നമ്മുടെ ഭക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സന്ധി സംഭാഷണങ്ങളും യുക്തിപൂർവമായിട്ടുള്ള സമീപനങ്ങളും മായയോട് നമുക്ക് ചെയ്യേണ്ടി വരും. അതാണ് വസുദേവർ തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ഉദാഹരണമായി കാണിച്ചു തരുന്നത്. Practical application of bhakti principles, practical application of bhakti yoga requires that we have association of advanced devotees, and they will teach us how to negotiate our material situation, continue to practice bhakti. Therefore, we need people like Vasudeva in our life. We need seniors, we need elders, we need Siksha Guru, we need Diksha Guru, we need Vartama Pradarshaka Guru. We need all of them. Without their help, we cannot continue to sustain our bhakti, apply it in our material situation, and successfully practice it. നമ്മുടെ പ്രായോഗികമായ ഭക്തിയുത ജീവിതം നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഓരോ പടിയും നമ്മൾ മുന്നേറുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ വരും. ആ ഓരോ സമയത്തും മായയുമായി യുക്തിപൂർവമായി സംഭാഷണം ചെയ്ത് ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ ഭക്തി എപ്പോഴും മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് ചെയ്യാൻ വസുദേവരെ പോലുള്ള അനുഭവസ്ഥരായ മുതിർന്ന ഭക്തന്മാർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ശിക്ഷാഗുരുക്കന്മാരും ദീക്ഷാഗുരുക്കന്മാരും മുതിർന്ന ഭക്തന്മാരും ഇവരെല്ലാവരുടെയും ഉപദേശവും മാർഗദർശനവും ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ഭക്തിയിൽ വലിയ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ എല്ലാം ഭൂമിക വളരെ വളരെ പ്രധാനമാണ് നമ്മുടെ ഭക്തിയുത ജീവിതത്തിൽ. So that is how Vasudeva and Devaki together cleared everything from Devaki's womb, Mada, Matsarya, Moha, Kama, Krodha, everything, and then made the way for Krishna to appear. Successfully, we will be able to encounter Krishna. We will be able to increase our bhakti, purify, and have pure devotion only when we dynamically operate in this setting, along with the help and association of devotees and the mercy of Guru and Krishna. വസുദേവരും ദേവകിയും അവരുടെ യുക്തിയുക്തമായ തീരുമാനങ്ങൾ കൊണ്ടും അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും തങ്ങളുടെ ആദ്യ 6 മക്കൾ കാമക്രോധാദി അവയെല്ലാം ഉന്മൂലനം ചെയ്ത ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ സ്വീകരിക്കാനുള്ള അരങ്ങൊരുക്കി. ഇതേപോലെ തന്നെ നമ്മുടെ ഭക്തിയുത ജീവിതത്തിലും നമുക്ക് തുടർന്ന് ഭക്തിയിൽ മുന്നേറാൻ വേണ്ടി ഇതുപോലെ ക്രിയാത്മകമായുള്ള പ്രവർത്തന മേഖലയിൽ നാം ഏർപ്പെട്ടിരിക്കണം. അതേസമയം മുതിർന്ന ഭക്തന്മാരുടെ ഉപദേശത്തോടെ ആയിരിക്കണം നമ്മൾ ഈ മുന്നേറ്റം ചെയ്യേണ്ടത്. In the same way, we can also see that on the other side you have demigods, Devamar. The Devatas, they were interested in peaceful situations so that they can continue to do their service to the Lord. They can continue with their material enjoyment. And they were not so keen on pure devotional service or even performing regular devotional service as a sadhana. They were more interested in their interests, material interests. So when they prayed to Krishna also, they prayed about the fact that Bhumi is full of asuras, we are not able to do anything, please do something about it. And they are interested in keeping their titles. They are interested in using Krishna's
powerful situation and energies as the source of everything to solve their so-called problems and continue rendering that particular type of service which they would do. You will find devotees like that also. യശോദയുടെയും ദേവകി വസുദേവരുടെ ഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ ലീലയിൽ ദേവന്മാരുടെ സാന്നിധ്യവും നമുക്ക് കാണാം. അവർക്ക് ഭക്തിയുത സേവനം, പൂർണ്ണമായ ഭക്തിയുത സേവനത്തിൽ അല്ലായിരുന്നു താല്പര്യം. ഭഗവാന്റെ സേവനത്തിൽ താല്പര്യം ഒരു ഭാഗത്തുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് അവരുടെ പേരും പ്രശസ്തിയും പദവിയും അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ശാന്തി നിറഞ്ഞ സമാധാനപരമായ ഒരു ജീവിതം ജീവിക്കുക എന്നുള്ള ഒരു സ്വാർത്ഥ ഉദ്ദേശം ദേവന്മാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവന്മാരുടെ പ്രാർത്ഥനകൾ നാം എടുത്തു നോക്കിയാലും അത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ അസുരന്മാർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ സമാധാന ജീവിതം അതില്ലാതായിരിക്കുന്നു, അതിനെന്തെങ്കിലും വഴിയൊരുക്കി തരണമേ, അതിന് പരിഹാരം നൽകണമേ എന്നാണ് ദേവന്മാരുടെ പ്രാർത്ഥന ഉണ്ടായത്. അങ്ങനെ ഒരു ഭാവമുള്ള ഭക്തന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് ഭക്തിയുത സേവനവും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഭൗതിക സമാധാനവും ശാന്തിയും ഭൗതിക ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഭക്തന്മാർ, അങ്ങനെയുള്ളവരെയും നമുക്ക് കാണാം. We can find all these types of different types of people in the International Society for Krishna Consciousness. It's a whole അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയിൽ തന്നെ ഈ പല തരത്തിലുള്ള ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. You will find people who are coming out of distress. They want their material problems solved out of bhakti, like the demigods. You will find people who are struggling to be doing their sadhana and clearing themselves and struggling with material desires, struggling with challenges and problems, but very keen on making progress, like Vasudeva and Devaki. You will find also people very nicely settled down, achieved the goal of life, and smoothly, without any concern, very nicely doing devotional service. Of course, they are very rare. Bhaktivedanta Swami Prabhupada was like that. You will find Vraja absorbed in devotional service also. You will also find, like Narada Muni, people coming and accelerating everybody's spiritual life. Some position as spiritual masters, some of them do pushing people to fast, go back to Godhead fast, get things done fast. Like this, you'll find all of these people, they are all utilized by Krishna in devotional service. ഈ ലീലയിൽ കാണുന്ന പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, അതിൻ്റെ എല്ലാം പ്രതിഫലനം നമുക്ക് അന്താരാഷ്ട്ര കൃഷ്ണോബോധ സമിതിയിലും കാണാൻ സാധിക്കും. ദേവന്മാരുടെ മനോഭാവമുള്ള ഭക്തന്മാരുണ്ട്. അവരുടെ ഭൗതിക ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ദുരിതങ്ങൾ നീക്കി, ബുദ്ധിമുട്ടുകൾ മാറ്റി ഒരു ശാന്തമായ ഭൗതിക സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭക്തിയുത സേവനത്തെ ഉപയോഗപ്പെടുത്തുന്ന ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റു ചില ഭക്തന്മാർ പലതരത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങളും കാമക്രോധാദികളും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ഭക്തി എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന, വീണ്ടും വീണ്ടും തോറ്റാലും മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ലക്ഷ്യബോധമുള്ള ഭക്തന്മാരെ, വസുദേവർ ദേവകിയെ പോലുള്ള ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മൂന്നാമതൊരു കൂട്ടരായുള്ള ഭക്തന്മാരുണ്ട്. അവർ വൃന്ദാവന ഭാവത്തിൽ ഭക്തിയുത സേവനത്തിന്റെ ലക്ഷ്യം അവർ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ഭക്തിയുത ജീവിതം എന്ന് പറയുന്നത് ഒരു അരയന്നം വെള്ളത്തിൽ പോകുന്നത് പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഭക്തിയുത ജീവിതം. യശോദ നന്ദമഹാരാജാവിനെ പോലെ ഭക്തിയുത ജീവിതം ആനന്ദിച്ച് സേവനം ചെയ്യുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നാലാമതൊരു കൂട്ടരുമുണ്ട്. നാരദ മുനിയെ പോലെ മറ്റുള്ളവരുടെ ഭക്തിയുത ജീവിതത്തെ കൂടുതൽ വേഗത്തിലാക്കാനും അതിന് ആക്കം കൂട്ടാനും വേണ്ടി
പരിശ്രമിക്കുന്ന മഹാന്മാരായ ഭക്തന്മാർ. ഇങ്ങനെ പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട്. നേരത്തെ പറഞ്ഞ വ്രജഭാവത്തിലുള്ള വളരെ ആനന്ദഭരിതരായ ഭക്തി വളരെ എളുപ്പമായുള്ള ഭക്തന്മാരെയും കാണാൻ സാധിക്കും. പക്ഷെ വളരെ വിരളമാണവർ. ശ്രീല പ്രഭുപാദർ തീർച്ചയായും അതുപോലൊരു ഭക്തനായിരുന്നു. So our goal is to achieve Vrindavan atmosphere in our consciousness. We are, according to the Lord Chaitanya's teachings, Aradito Bhagavan Brajesha Tanayas Tadhama Vrindavanam Ramyakachit Upasana Vrajavadu Vargenaya Kalpita Srimad Bhagavatam Pramanam Amalam Prema Pumarto Mahan Iti Chaitanya Mahaprabhur Matamidam Tatradharana Paraha. There is no truth about this. Tatradharana Paraha. Lord Chaitanya's teachings. What he has told, worship that Supreme Lord in Vrindavan. Vrajaishatanaya Tadhama Vrindavanam. He is our God to be worshipped. Then, how to worship? Follow the gopis. It is mentioned there. Vrajavadu Ramyakachit Upasana Vrajavadu Vargenaya Kalpita. You should worship in the mood of the gopis and follow the footsteps of the Brajavasis. Where is this mentioned? Srimad Bhagavatam Pramanam Amalam Prema Pumarto Mahan. The Srimad Bhagavatam is the evidence for this, pramana for this. If you read carefully inside, especially in the 10th canto, you will see gopis, Rasalila, all these things, Gopas, Nanda Maharaj, Yashoda. You will understand this is the core essence of bhakti. So Bhagavatam is the real proof of this. And this is Lord Chaitanya's teachings to us. There is no greater teaching than this. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വൃന്ദാവനത്തിലുള്ള അന്തരീക്ഷത്തെ നമ്മുടെ അവബോധത്തിലേക്ക് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിന് അനുയോജ്യമായുള്ളൊരു ശ്ലോകം മഹാരാജ് ഉദ്ധരിച്ചു. അതിൽ 4 കാര്യങ്ങൾ പറയുന്നു. ആരാധ്യനായ ഭഗവാൻ പരമപുരുഷൻ, അദ്ദേഹം വ്രജേശ തനയനാണ്. വൃന്ദാവനത്തിന്റെ നാഥനായ നന്ദമഹാരാജാവിന്റെ പുത്രൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പരമാരാധ്യനായ വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ധാമമായ വൃന്ദാവനവും അതുപോലെ തന്നെ നമുക്ക് പരമ ആരാധ്യമായിരിക്കണം. എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം 2ാമത്തെ വരിയിൽ പറയുന്നു. വ്രജവധുക്കൾ, വൃന്ദാവനവാസികൾ, പ്രത്യേകിച്ചും ഗോപികമാർ, അവർ ഭഗവാനെ ആരാധിക്കാൻ അവലംബിച്ച ആ രീതിയാണ് ഭഗവാന്റെ ആരാധനാ രീതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായുള്ളത്. വ്രജവാസികൾ, നന്ദമഹാരാജ, യശോദ മാത, അവരെല്ലാവരും ആരാധിക്കുന്ന ആ ഒരു മാർഗം നാം അവലംബിക്കണം. അത് എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? അതിന് പ്രമാണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ വൃന്ദാവന ലീലകൾ അടങ്ങുന്ന ശ്രീമദ് ഭാഗവതം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനമായ പ്രമാണം. ഇതുവഴി നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം, നമ്മൾ എത്തിച്ചേരേണ്ട പരമ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രേമം, കൃഷ്ണപ്രേമം. ഇതെല്ലാം ഈ ശ്ലോകത്തിൽ വ്യക്തമായി പറയുന്നു. So this is what is available when you chant Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. This very high Madhurya Rasa in Vrindavana is available to anybody who chants the Hare Krishna Mahamantra without offense, in total dedication and love of Krishna. If he does it, this is the fruit available. Very, very, very high class result from simply chanting the holy name. ഒരു വ്യക്തിക്ക് ലഭിക്കാൻ സാധിക്കുന്ന പുരുഷാർത്ഥങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ, ഏറ്റവും ഉത്തുംഗമായ, ഏറ്റവും ഉന്നതമായ ലക്ഷ്യമാണ് ഈ പറഞ്ഞ വ്രജഭാവത്തിലുള്ള കൃഷ്ണപ്രേമം. ആ കൃഷ്ണപ്രേമം എന്ന ലക്ഷ്യം നമുക്ക് ലഭിക്കുന്നത്
അപരാധം കൂടാതെ വളരെ ശ്രദ്ധയോടെ വളരെ സ്നേഹത്തോടെ നാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലക്ഷ്യം ഇത്രയും മഹനീയമായതാണ്. This is normally never given to anybody. It is not easily available to anybody. But because of Chaitanya Mahaprabhu's mercy on everybody in Kali Yuga, it has become possible. ഈ മഹത്തായ സർവോന്നതമായ ഉപഹാരം ആർക്കും തന്നെ എളുപ്പത്തിൽ ലഭിച്ച ചരിത്രം തന്നെയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരവും അദ്ദേഹത്തിന്റെ കാരുണ്യപൂർണമായ സമീപനവുമാണ്. In the Chaitanya Charitamrita it is mentioned, Krishna Prema is from the personal treasury of Lord Chaitanya. It is very, very, very valuable to him, the most valuable. But in his merciful mood, Krishna as Lord Chaitanya is distributing it very freely, cheaply to everybody in Kali Yuga. Chirat adattam nijagupta vittam swapremna namamritam ati udara hai. Ati udara hai. Extremely merciful. Namamritam he is giving. What is that? Nijagupta vittam. Vittam means treasury. Gupta means secret and confidential. Nija means deep inside, confidential. That which is very valuable to the Lord, Krishna himself, he has taken it out and giving it in the form of the Harinam. That is this Vraja Prema of all of these wonderful devotees. ഈ വ്രജപ്രേമം എന്ന് പറയുന്നത് അനിതര സാധാരണമായ ഒരു വസ്തുവാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഖജനാവിൽ, വ്യക്തിപരമായ ഖജനാവിൽ തന്നെ ഏറ്റവും ഉള്ളിലുള്ള അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന, സ്വയം ഭഗവാന് ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും പ്രിയങ്കരമായ ആ മഹത്തായ നിധിയാണ് ഈ വ്രജപ്രേമം. അങ്ങനെയുള്ള വ്രജപ്രേമത്തെ വളരെ എളുതിൽ എല്ലാവർക്കും ഉദാരമായി വിതരണം ചെയ്യുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ വളരെ വിശദമായി വിവരിക്കുന്നു. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു നൽകുന്ന കാരുണ്യം അളവറ്റതാണ്. So that is why we chant Hare Krishna. That is why we read Srimad Bhagavatam and Bhagavad Gita. That is why we follow the instructions of Bhaktivedanta Swami Prabhupada, who has distilled all the instructions coming in the parampara from Lord Chaitanya down and presented to us in a very simple, wonderful way, so that we may act on it, perform it. അതുകൊണ്ടാണ് നാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്, ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്. വിശേഷിച്ചും ശ്രീല പ്രഭുപാദർ നമുക്ക് തന്നിട്ടുള്ള ഈ ഉപദേശങ്ങൾ, ഈ ഗ്രന്ഥങ്ങൾ, അത് നാം വായിക്കണം. കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭു നൽകിയിരിക്കുന്ന ഉപദേശങ്ങളുടെ എല്ലാ സാരസത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ എളുതിൽ നമുക്ക് സ്വീകരിക്കാനാവുന്ന രീതിയിൽ ശ്രീല പ്രഭുപാദ് അതിനെ നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. നാം അത് സ്വീകരിക്കണം. So these are lessons we can learn from Advent of Krishna, and we can understand what is the goal of our performance. And I am praying for all of you today on the day of Janmashtami, that you may all be benedicted with this wonderful Vrindavan mood of service to Krishna, and that we may all together perform glorification of the Lord through Harinama Sankirtana and help each other to progress in devotional life and actually go back to Godhead. This is a reality. അതിനാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ശ്രീല പ്രഭുപാദരുടെയും ഉപദേശങ്ങൾ പിന്തുടർന്നുകൊണ്ട്
ഭക്തിയുത സേവനം എന്ന ലക്ഷ്യത്തെ പരമലക്ഷ്യമാക്കി എല്ലാവരും വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൃഷ്ണാവബോധം നല്ല രീതിയിൽ പരിശീലിക്കാനും അതുവഴി വൃന്ദാവനത്തിലുള്ള ആ വിശിഷ്ടമായ വ്രജഭാവത്തെ നമ്മുടെ പരമലക്ഷ്യമായി ഉൾക്കൊള്ളാനും ഇന്നത്തെ ദിവസം ഹരിനാമ സങ്കീർത്തനം കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്താനും അതുവഴി മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ കൃഷ്ണ പ്രേമത്തെ എല്ലാവരും പ്രാപിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം തത് സത്. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് കി ജയ്.